അയ്യോ വണക്കം. ഇറാന് പിന്നാലെ പാകിസ്ഥാനിലും പൊട്ടി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. പക്ഷേ ഇവന്മാർക്ക് ഇത് കിട്ടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പാകിസ്ഥാൻ ജനത എന്ന് പറയുന്നത് എല്ലാ കാലവും ഇറാൻ്റെ കൂടെയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ പാകിസ്ഥാനിൽ ഭരിക്കുന്നവന്മാർ ഷഹബാസ് ഷെരീഫും അസീം മുനീറും അടക്കമുള്ളവർ, ഇവന്മാർക്ക് തന്തകൾ പലതാണ്. അങ്ങനെ പല തന്തകളായതുകൊണ്ട് തന്നെ പലപ്പോഴും പല നിലപാടുകളാണ് ഇവന്മാർ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൊണാൾഡ് ട്രംപ് മക്കളെ ചക്കര ഇങ്ങോട്ട് വാടാ എന്ന് പറയുമ്പോൾ നേരെ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപുമായി റൂമിൽ അടച്ചിട്ട മുറിയിൽ സംവാദവും ഞം മടിയും, അതായത് അത്താഴ വിരുന്നിൽ പങ്കെടുക്കലുമാണ്. അപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പുറത്ത് കാനഡയിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്താണ്? നരേന്ദ്രമോദി ഒന്ന് അമേരിക്ക സന്ദർശിക്കണമെന്ന് പറഞ്ഞു. സന്ദർശിക്കാമല്ലോ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പോയ വഴിക്ക് പിന്നെ പുല്ലുപോലും കളച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അന്ന് നടന്ന സംഭവമാണ്. നരേന്ദ്രമോദി എങ്ങാനും അമേരിക്കയുടെ മോളിൽ കൂടെ ഫ്ലൈറ്റ് പറത്തിയില്ലെങ്കിൽ ഉടനെ ഈ വേട്ടാവളിയാൻ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പരത്തിയനെ. അസീം മുനീറിനെ നരേന്ദ്രമോദിയെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി ഞാൻ അതിഭീകരമായിട്ടുള്ള ചർച്ച നടത്തിയ ശേഷം ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് ഡൊണാൾഡ് ട്രംപാണ് എന്ന് പറഞ്ഞ് മോദി എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും തന്നിട്ടാണ് പോയത് എന്ന് ഡൊണാൾഡ് ട്രംപ് അടിച്ചിറക്കിയനെ. പിന്നെ നമ്മുടെ നാട്ടിലെ കമ്മി കൊങ്ങി സുഡാപ്പികൾ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണല്ലോ. ആ മീഡിയ ഫണ്ടിലെ ദാവൂദൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചയ്ക്കകത്ത് കിടന്ന് കരയുന്നില്ലെന്നേ ഉള്ളൂ, കടിച്ചു പിടിച്ചിരിക്കുന്നത്. കാരണം കരഞ്ഞ സംഖ്യകൾ കളിയാക്കുമല്ലോ, അതുകൊണ്ട് കരയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇറാനിയൻ നേതാവ് ഖമേനി ചത്തെങ്കിലും വലിയ രക്തസാക്ഷിത്വമാണ്, ധീര പരിവേഷമാണ്, തങ്ക കട്ടിയാണ്, തങ്ക കമ്പിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്നു. അങ്ങനെ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിലുള്ള ജനങ്ങളെല്ലാവരും കൂടെ അമേരിക്കൻ എംബസി കത്തിക്കാനൊരു ശ്രമം നടത്തി. കുറേ ഭാഗമൊക്കെ അവന്മാർ കത്തിച്ച് കളഞ്ഞു, അത് വേറെ കാര്യം. അങ്ങനെ കത്തിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനകത്തുള്ള അമേരിക്കക്കാർ ഇവർക്കെതിരെ വെടിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് അമേരിക്കക്കാർ പാകിസ്ഥാനികളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ. ഏകദേശം 30-40 കഴിഞ്ഞ് മരണം 50 അടുക്കുന്നു എന്നാണ് അവസാനമായി അനൗദ്യോഗികമായി പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്ക പാകിസ്ഥാൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചാടിക്കളിക്കടാ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ അങ്ങോട്ട് ചാടും, ആടിക്കളിക്കടാ കൊച്ചിരാമ എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് ചാടും. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ അങ്ങോട്ട് കയറി ചൊറിഞ്ഞു, അഫ്ഗാനിസ്ഥാൻ തിരിച്ച് അടിച്ച് പിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയെ ആക്രമിച്ചല്ലോ. സൗദിയെ നമ്മുടെ റിയാദിൽ കൊണ്ട് മിസൈൽ ഇട്ടു. കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ വാരിയിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാൻ അങ്ങനെ സൗദിയെ ആക്രമിച്ച സമയത്ത് ഈ അറബ് നാറ്റോ എന്ന് പറഞ്ഞൊരു സംഭവന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അതായത് സൗദി ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആണവ കൊട വിരിക്കും എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അടികൊണ്ട് നൂന്ന് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സൗദിയോട് പാകിസ്ഥാൻ പറയുന്നത് നീ എതുവും കവലപ്പെടാതെ എന്നെ എപ്പിടിയാവത് കാപ്പാത്തട എന്നാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചിടേ, കാരണം അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ തലങ്കും ബലങ്കും കിടന്ന് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടെ വന്നിരിക്കുന്നത്. ഖമേനിയുടെ മരണത്തിന് ശേഷം എന്താണ് പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്? ആക്ച്വലി പാകിസ്ഥാൻ ആരുടെ കൂടെയാണ്? അമേരിക്കയുടെ കൂടെയാണ്. ട്രംപിൻ്റെ ഷൂ നക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അങ്ങനെ ട്രംപിൻ്റെ ഷൂ നക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ട്രംപ് എന്ത് ചെയ്തു? പോയി ഹമാസിനെ പോയി അടി, ഹമാസിൻ്റെ അവിടെ നിങ്ങളെ 10 പട്ടാളക്കാരെ അയച്ച് അവിടെ അടി എന്ന് പറയുമ്പം ഇവിടെ ഇരുന്ന് അസീം മുനീർ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്കൊക്കെ മറ്റേ ലോക ബാങ്കിൽ നിന്ന് മറ്റേ സെറ്റപ്പൊക്കെ തരൂ, വല്ലതും തിന്നാനും കുടിക്കാനൊക്കെ വേണ്ടേ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലവിലുള്ളത്. അങ്ങനെ ഹമാസിൻ്റെ അങ്ങോട്ടേക്ക് പട്ടാളത്തെ അയക്കുന്നു. അതിൻ്റെ പേരിൽ അവിടെയുള്ള ജനങ്ങൾ ഇളവുന്നു. ഇപ്പോഴിതാ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്കയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പണി പാളുമെന്ന് ഷഹബാസ് ഷെരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി. ഒന്നാമത് ഷഹബാസ് ഷെരീഫിൻ്റെ വസതിയുടെ സൈഡിൽ അവിടെ താലിബാനാണെങ്കിൽ മിസൈൽ അടിച്ചിട്ടപ്പോൾ യവൻ ഉറക്കത്തിൽ മുണ്ടും തുണിയില്ലാതെ എണീച്ച് ഓടി ബങ്കറിൽ കയറിയവനാണ്. അങ്ങനെ ബങ്കറിൽ കയറിയവ ഇരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ കൂടെ അവനെതിരെ തിരിഞ്ഞാൽ എന്താവും? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ അമേരിക്കയുടെ കൂടെ അല്ല എന്നാണ് കൃത്യമായിട്ട് പാകിസ്ഥാൻ പ്രതികരിച്ചത്. ഞങ്ങളിതിൽ ഇറാൻ്റെ കൂടെയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ നേരത്തെ അമേരിക്കയുടെ കൂടെയായിരുന്നു, ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനിലാണ്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സുഡാപ്പികളുടെയൊക്കെ ഗതി എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടമാണ്. അതായത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് GCC രാജ്യങ്ങളെ. GCC രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ആരെയാണ്? അമേരിക്കയെ. അമേരിക്ക അടിക്കുന്നത് ആരെയാണ്? ഇറാനെ. ആ ഇറാനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു, അമേരിക്കയെ എതിർക്കുന്നു. നിനക്കൊക്കെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാടാ എന്നാണ് സത്യം
പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഭയങ്കര ചങ്കാണ്, അതറിയാമല്ലോ. സൗദി അറേബ്യ അമേരിക്ക ഇഴയാൻ പറഞ്ഞാൽ സൗദി അറേബ്യ അവിടെ വിരിച്ച് കിടക്കും. അങ്ങനെയാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. ആ സൗദി അറേബ്യ നിങ്ങൾക്ക് തന്ത, അത് അടിപൊളി. പക്ഷേ ഇന്ത്യ എങ്ങാനും അമേരിക്കയെ വല്ലതും പറഞ്ഞാലോ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു, നരേന്ദ്രമോദി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ യവന്മാർ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാകും. ഉടനെ യവന്മാർ പറയും, അയ്യോ അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യയെ കൊണ്ട് പണയം വയ്ക്കുന്നു, ഒരു രാജ്യം അമേരിക്കയുടെ മുമ്പിൽ ഇങ്ങനെ മുട്ടിൽ കഴിയുന്നത് കഷ്ടമാണ്. ലുക്ക് അറ്റ് GCC നോക്കടാ, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ. ഖത്തറൊക്കെ ആണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ ബെഡ്റൂമിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്, അതും റൂബിളിൽ തന്നെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾ മനസ്സിലായി, നിങ്ങളുടെ വിഷമം നമുക്ക് മനസ്സിലാവും. കാരണം അത് അങ്ങനെയാണ്. കാരണം നമുക്ക് നമ്മളെ തെറി പറയാനൊന്നും കിട്ടുന്നില്ല. എന്തൊക്കെ നെറേറ്റീവ് കൊണ്ടുവന്നാലും അതൊക്കെ പൊളിഞ്ഞടുങ്ങി പോവുകയാണ് എന്നുള്ളതാണ്. പൊളിഞ്ഞടുങ്ങി പണ്ടാരം അടങ്ങി പോവുകയാണ്. ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ മുട്ടിലിഴയുന്നു എന്ന് നീയൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുട്ടിലിഴയുന്നത് GCC രാജ്യങ്ങളും. അമേരിക്ക വന്നിട്ട് അവിടെ സൗദി അറേബ്യയോട് ഇനി എണ്ണ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾക്ക് പകരം ഡോളർ തരാം എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന സൗദി അറേബ്യയൊക്കെ അവിടെ വച്ചുകൊണ്ട് സ്വന്തം രാജ്യം, അതായത് ജീവിക്കുന്ന സ്വന്തം രാജ്യത്തിന് കിടന്ന് സ്വന്തം രാജ്യത്തിനകത്ത് കുഴി തോണ്ടുന്ന ആ നിലപാടുണ്ടല്ലോ, അത് നല്ലൊരു നിലപാടാണ്, നല്ല മികച്ച ഒരു നിലപാടാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് നീയൊക്കെ ഇനി ജന്മം ചെയ്താലും അധികാരത്തിൽ വരില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. സോഷ്യൽ മീഡിയ യുഗമാണ്, ഇരട്ടത്താപ്പൊക്കെ തുറന്ന് കാണിക്കപ്പെടും. അപ്പോൾ നമുക്ക് നേരെ പാകിസ്ഥാനിലോട്ട് വരാം. അവന്മാർ അടി കൊണ്ട് പിരിന്ന കഥ പറയാം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായി. അതായത് ഖമേനിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് പാകിസ്ഥാനിലെ US കോൺസുലേറ്റിൽ അവിടെയുള്ള പാക് പൗരന്മാർ ഓടിച്ചെന്നതാണ്. യവന്മാരെ വിചാരം മറ്റേ കലാപം ഉണ്ടാക്കുന്നത് പോലെ അങ്ങ് ഓടിച്ചെന്നാൽ മതി, അമ്പും വില്ലും കൊണ്ട് ചെന്നാൽ മതി എന്നുള്ളതാണ്. അപ്പുറത്താണെങ്കിൽ മറ്റവൻ നല്ല മെഷീൻ ഗണ്ണൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ US കോൺസുലേറ്റിൽ പ്രതിഷേധക്കാർക്ക് നേരെ അവിടെയുള്ള അമേരിക്കൻ സുരക്ഷാ സേന പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല, നല്ല ഒന്നാന്തരം അടിയടിച്ചു. ആ അടിയിൽ കുറേ എണ്ണം തട്ടിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച പാകിസ്ഥാനിലെ കറാച്ചിയിലെ US കോൺസുലേറ്റിലേക്ക് നൂറുകണക്കിന് ആളുകൾ ഇരച്ചു കയറിയതിനെ തുടർന്ന് സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 50-ലധികം പ്രതിഷേധക്കാർ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഖമേനിയുടെ മരണത്തിനെതിരായ US വിരുദ്ധ പ്രകടനങ്ങളുടെ ഭാഗമായി കോൺസുലേറ്റിലെ US ഉദ്യോഗസ്ഥർ കെട്ടിടത്തിലേക്ക് ഇരച്ചു കയറിയ പ്രതിഷേധക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. വെടി ആസനത്തിൽ കൊണ്ട് തിരിഞ്ഞോടാൻ പോലും അവന്മാർ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവന്മാർ മണ്ടയിൽ വെടിവെച്ച്. കറാച്ചിയിലെ സിവിൽ ആശുപത്രിയിലേക്ക് കുറഞ്ഞത് 8 മൃതദേഹങ്ങൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ടെന്ന് കോൺസുലേറ്റ് സംഭവത്തിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ആ സമയത്ത് AD ഫൗണ്ടേഷൻ്റെ രക്ഷാപ്രവർത്തന വക്താവ് മുഹമ്മദ് അമീൻ AFPയോട് പറഞ്ഞു. മിക്ക മൃതദേഹങ്ങളിലും നല്ല അന്തസ്സായിട്ട് വെടിയേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നത്. ഒരു പ്രശ്നവുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. വെടികൊണ്ട് ചാവണവുമായിരുന്നു മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം ഇന്ത്യക്കെതിരെ നിരന്തരം പണിയുന്നൊരു രാജ്യമാണ്. ലാത്തിയും കണ്ണീർവാതകവും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ തടയുന്നതിൽ പാകിസ്ഥാൻ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും തുടക്കത്തിൽ വിജയിച്ചെങ്കിലും ഒടുവിൽ കോൺസുലേറ്റിലെ ബാരിക്കേഡുകൾ തകർത്ത് ജനാലകൾ തകർത്ത് അകത്ത് കയറിയതായി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. തീപിടുത്തത്തിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾ കത്തിച്ചതായി കാണിക്കുന്ന സ്ഥിരീകരിക്കാത്ത വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഖമനയെ തൊട്ടാ ഇവിടെ കയറി മെഴുവടാ ഗോവാല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെന്നതാണ്. അങ്ങോട്ട് കയറി ചെന്നപ്പോൾ സ്ഥലം മാറിപ്പോയി. അവന്മാർ അടിച്ചുടച്ച ആശയിൽ വിരിച്ചെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാനിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അതിനെതിരെ ഇവിടെ ആരും ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാരണം ഖമേനി എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ, ആ ഖമേനി എന്ന് പറയുന്ന വ്യക്തി ഭരിക്കുന്ന ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ട്, സ്കൂളിന് മുകളിൽ ബോംബിട്ട് 85 പേരെ കൊന്നുകളഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 85 കുട്ടികളെ കൊന്നുകളഞ്ഞു, അയ്യോ എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. ഖമേനിക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ 30,000-40,000 പേരാണ് ഖമേനി അവിടെ കൊന്നുകളഞ്ഞത്. അത് വല്ലതും അറിഞ്ഞായിരുന്നോ? അറിഞ്ഞാലും മിണ്ടണ്ട കേട്ടോ. കാരണം നമ്മുടെ ആൾക്കാരെ നമ്മൾ കൊന്നാൽ നിനക്കെന്തടാ എന്നുള്ളൊരു സെറ്റപ്പാണല്ലോ. ഇസ്രായേൽ കൊല്ലുമ്പോൾ അതിലൊരു ഗുമ്മുണ്ട്. കാരണം ജൂതന്മാരാണല്ലോ, നമുക്ക് പിരിക്കാനൊക്കെ വകുപ്പുണ്ട്. രസീത് കുറ്റി അടിയിടേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ രംഗത്തിറങ്ങാൻ നല്ല വകുപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്കോപ്പ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവിടെ മറ്റേ ഹിജാബ് ധരിച്ച പെൺകുട്ടി, ഹിജാബ് കത്തിച്ച പെൺകുട്ടിയെ ചെയ്ത കാര്യങ്ങളും ഹിജാബ് പ്രക്ഷോഭങ്ങളും ഖമേനി അവിടെ നടത്തുന്ന കൂട്ടക്കൊലകളുമൊക്കെ അറിയാമല്ലോ അല്ലേ. നഖത്തിൻ്റെ ഇടയിൽ ആണിയടിച്ച് കയറ്റുക, സ്ത്രീകളെ വിവസ്ത്രരാക്കി നിർത്തി തണുപ്പത്ത് നിർത്തി ഐസ് വെള്ളം ഒഴിക്കുക, ഇതൊക്കെയാണ് ഖമേനിയുടെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത്. നല്ല ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റ് ആയിരുന്നു ഖമേനി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഫാസിസം. നീയൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഫാസിസം
എന്ന് പറയുന്നുണ്ടല്ലോ. വേണമെങ്കിൽ ഒരു ഉപദേശം ഞാൻ തരാം. നരേന്ദ്രമോദിക്ക് ഒരു കത്തയക്ക്, ഖമേനിയെ കണ്ടുപിടിക്കുക, പ്രതിഷേധക്കാരിയൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. 50,000 പേരെയൊക്കെയാണ് ഒറ്റയടിക്ക് കൊന്നുകളയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പിലാണ് ഖമേനി അവിടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ വായിപ്പഴം. അല്ലാതെ ഇസ്രായേൽ അവിടെ ബോംബിട്ട് 85 പിഞ്ചു കുട്ടികളെ കൊന്നു എന്ന് പറഞ്ഞ് അതിഭീകര പ്രതിഷേധം. എവിടെയായിരുന്നാലും മരണം എന്ന് പറയുന്നത് എന്താണ്? വിഷമമുള്ള കാര്യം. അതായത് കുട്ടികൾ മരിച്ചാലും മുതിർന്നവർ മരിച്ചാലും മരിക്കുമ്പോൾ, അതായത് ഈ ഇസ്രായേൽ പലസ്തീൻ അവിടെയും വിഷമമാണ്, ഇവിടെയും വിഷമമാണ്. റഷ്യ യുക്രൈനും വിഷമമാണ്, നൈജീരിയയിലും വിഷമമാണ്, സുഡാനിലും വിഷമമാണ്. എല്ലാം എനിക്ക് വിഷമമാണ്. പക്ഷേ ചില പ്രത്യേകതരം ആൾക്കാർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ അടിച്ചാൽ മാത്രമേ വിഷമം വരൂ. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഹ ഹ ഹ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിയിടുന്നവന്മാരുണ്ടല്ലോ, കുറേ എണ്ണം ഇവിടെ ഉണ്ടല്ലോ. ആ ഹ ഹ ഹ എന്ന് പറഞ്ഞ് ഇടുന്നവന്മാർ കഴിഞ്ഞ ദിവസം മറ്റേ അറബി മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ട് ആ കുട്ടികൾ മരിച്ചത് കാണുന്നില്ലേ, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. നിൻ്റെയൊക്കെ ഡബിൾ സ്റ്റാൻഡേർഡ് കാണുമ്പോൾ ചിരി. ബംഗ്ലാദേശിലൂടെ ഹിന്ദുക്കൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് സന്തോഷം. ഇസ്രായേലിൽ ബോംബിട്ടു എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര സന്തോഷം. അവിടെ കുട്ടികൾ മരിച്ചാൽ ഭയങ്കര സന്തോഷം. അവിടെ മറ്റേ നമ്മുടെ നേഴ്സായിട്ടുള്ള സൗമ്യ മരിക്കുമ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് ജീവിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഒരു പോസ്റ്റ് പോലും ഇവിടെ സമ്മതിച്ചില്ല. മരിക്കട്ടെ എന്നുള്ളതായിരുന്നു ഇവരുടെ നിലപാടെന്ന് പറയുന്നത്. ഈ ഇരട്ടത്താപ്പൊന്നും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ തുറന്ന് കാട്ടപ്പെടും. അങ്ങനെ തുറന്ന് കാട്ടപ്പെടുമ്പോൾ ഇങ്ങനെ തുണി ഉരിഞ്ഞ് വിവസ്ത്രനായിട്ട് റോഡിൽ നിൽക്കുമ്പോൾ നിനക്കൊക്കെ ഇങ്ങോട്ട് നോക്കിയിട്ട് ചാണകം, ഗോമൂത്രം, സംഗി എന്നൊക്കെ പറയാൻ മാത്രമേ പറ്റൂ. അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അപ്പം ശരി.